ഇത് എൻ്റെ കയ്യിലിരിക്കുന്നത് ഒരു പുട്ടുകുറ്റിയല്ല, ഇതൊരു തോക്കല്ല, ഇതൊരു സൂം ലെൻസാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് എക്സ്പേർട്ടാണ് നമുക്ക് പറഞ്ഞുതരും. ഇതിനൊന്ന് വിശദീകരിക്കും. ഇത് 70-200 ആണ് ഈ ലെൻസിൻ്റെ. 70-200. ഇത് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ ഏറ്റവും ഫോട്ടോഗ്രാഫീസിൻ്റെ ഡ്രീം ലെൻസാണ് ഇത്. എന്താണ്, എന്ത് മേക്കാണ്? ക്യാനൺ ബോഡിയുടെ കൂടെ തന്നെയുള്ള ലെൻസാണ്. ശരിക്കും ഇത് പല ലെൻസുകൾ, ഇപ്പോൾ പ്ലാസ്റ്റിക് ലെൻസുകൾ വരാറുണ്ട്. ഇതിൻ്റെ വെയിറ്റ് നോക്കിയാൽ അറിയാം, നല്ല വെയിറ്റ് ഉണ്ട്. ക്യാമറയുടെ ബോഡിയേക്കാളും വെയിറ്റ് ആണ് ക്യാമറ ലെൻസിനുള്ളത്. ഇത് ഫുൾ ഗ്ലാസുകളുടെ ക്വാളിറ്റി ലെൻസാണിത്. ഗ്ലെയർ വരെ, ക്യാമറ ഫോട്ടോ എടുക്കുമ്പോൾ ഗ്ലെയർ വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ലെൻസ് ഫുഡ് ഉപയോഗിക്കുക. ഇത് ശരിക്കും ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞ ക്യാമറയുടെ ബോഡിയേക്കാളും കൂടുതൽ വെയിറ്റ് ലെൻസിനുള്ളത് കൊണ്ട് നമ്മൾ ട്രൈപോഡിൽ വെക്കുമ്പോൾ ഇത് മുന്നോട്ട് ആഞ്ഞു പോകും. അതുകൊണ്ട് ലെൻസാണ് ട്രൈപോഡിൽ കണക്ട് ചെയ്യുന്നത്. ഇവിടെ ഒരു ട്രൈപോഡിൻ്റെ സ്ക്രൂ ഇതിലേക്ക് ചെയ്യും. അപ്പോൾ ഇവിടെയാണ് ലെൻസിലാണ് ട്രൈപോഡ് ഇരിക്കുന്നത്. അപ്പോൾ അതൊന്ന് ഓപ്പൺ ചെയ്യുക. ഇതിൻ്റെ ഇത് ലെൻസ് കണക്ട് ചെയ്യാണ്. ഇതിൻ്റെ റെഡ് മാർക്കറ്റ് ലോക്ക് ചെയ്യുക. ഇത് കൃത്യമായിട്ട് ലോക്ക് ചെയ്തില്ലെങ്കിൽ ആകെ ബേജാറാവും. എന്ത് വിലയുണ്ടാവും ഈ ലെൻസിന്? ഈ ലെൻസിന് മാത്രം ഒരു 1,40,000 വിലയുണ്ട്. 1,40,000. ഈ ബോഡിക്ക്? ഈ ബോഡി എനിക്ക് തോന്നുന്നു ക്യാനോണിൻ്റെ ഏറ്റവും എക്സ്പെൻസീവ് മോഡലാണ്. Mark 3 എന്നാണ് ഇതിൻ്റെ വില. US ആണ് Mark 3. ഇതിന് 3,40,000 വില ബോഡിക്ക് മാത്രം. 22 മെഗാപിക്സലാണ്. ഈ ഫ്ലാഷും ഈ അംബ്രല്ല ഫ്ലാഷും തമ്മിൽ എന്താ വ്യത്യാസം? ഈ ഫ്ലാഷ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഇവിടുന്ന് മാത്രമേ നമുക്ക് പ്രകാശം പോകുന്നുള്ളൂ. അംബ്രല്ല ഫ്ലാഷ് നമുക്ക് വേറെ കണക്ടർ ആയത് കാരണം നമുക്ക് ഏത് ഭാഗത്തുനിന്നും കൊടുക്കാൻ പറ്റാണ് പറഞ്ഞത്. ഈ ശരിക്കും ഫംഗ്ഷൻസ്, വെഡ്ഡിങ്ങിന് പരിപാടികൾക്കൊക്കെയാണ് ഉപയോഗിക്കാറുള്ളത്. ഫ്ലാഷ് ഫോട്ടോയുടെ നേച്ചർ ഫ്ലാറ്റ് ആക്കും അല്ലേ? ഫ്ലാഷ് അടിക്കും. ചിലപ്പോഴും നമുക്ക് ഇതിന് ഒരു എളുപ്പവഴിയുള്ള ഇത് നേരെ ബൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ, മേളിലത്തെ റൂഫിൽ തട്ടിക്കഴിഞ്ഞാൽ ബൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചൊരു ഫ്ലാറ്റ്നസ് കുറയും, കുറച്ചുകൂടി ഈവൻ ലൈറ്റ് വരും. ഡയറക്റ്റ് ആ പവർ കുറയും. സിനിമാറ്റോഗ്രാഫി ഭ്രമിപ്പിച്ചിട്ടില്ലേ? ഇല്ല. അത് വേറെ ഒരു കാര്യമാണ്. അല്ല, ശരിക്കും സിനിമാറ്റോഗ്രാഫി ഞാൻ ഇപ്പോഴും സിനിമയിൽ വർക്ക് ചെയ്തതിനു ശേഷം സിനിമാറ്റോഗ്രാഫി എന്തൊരു ഇത്രയും ജോലിയുള്ള, അപ്പം നമ്മൾ ഈ സിനിമയിൽ എനിക്കൊന്ന് അസിസ്റ്റൻറ്റ് ഡയറക്ടറെക്കാളും കൂടുതൽ ഏറ്റവും കൂടുതൽ സ്ട്രെയിൻ ചെയ്യുന്നത് ചിലപ്പം സിനിമയുടെ ക്യാമറമാൻ്റെ അസോസിയേറ്റ് ആയിരിക്കും. അയാൾ ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്യുന്നത് ഫുള്ള് റെസ്റ്റ് ഇല്ല, ലൊക്കേഷനിൽ റെസ്റ്റ് ഇല്ലാത്ത ഒരാൾ ക്യാമറമാൻ്റെ അസോസിയേറ്റ് ആയിരിക്കും. നിലത്ത് നിൽക്കാൻ സമയമില്ല ശരിക്കും. പിന്നെ പൊതുവേ ഈ ടെക്നിക്കൽ സയൻസ് പഠിക്കുക അല്ലെങ്കിൽ അതിൻ്റെ അത്തരം കാര്യങ്ങൾ ഞാൻ വളരെ പുറകിലായിരുന്നു എപ്പോഴും. കരിയറിലെ 2 ഘട്ടങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഇനി ജീവിതത്തിലെ ചില ഘട്ടങ്ങൾ എങ്ങനെയായിരുന്നു എന്ന് അറിയാൻ താല്പര്യമുണ്ട്. മാരീഡാണോ? അതെ. മാരീഡാണ്. എത്ര കുട്ടികൾ? 3 കുട്ടികൾ. 3 കുട്ടികൾ. എത്ര വർഷമായി വിവാഹം കഴിഞ്ഞിട്ട്? 2003. 7 വർഷമായി. ഭാര്യ വർക്ക് ചെയ്യുന്നുണ്ടോ? ടീച്ചറാണ്. ഇപ്പം 3 കുട്ടികളുള്ളതുകൊണ്ട് ജോലിക്ക് പോകുന്നില്ല. പ്രൈവറ്റ് സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്. വീട്ടിൽ തന്നെ ഒരു ചെറിയ സ്കൂൾ നടത്തുന്നത്. ഏതായാലും സന്തോഷം. 3 മക്കളും ഭാര്യയും ഒക്കെ ആയിട്ട് ഏറ്റവും ഇഷ്ടമുള്ള പ്രൊഫഷനിൽ എത്തിച്ചേരുകയും ചെയ്തു കഴിഞ്ഞു. ഇനി മുന്നോട്ട് വളരെ സുദീർഘമായ കരിയറും വളരെ മനോഹരമായിട്ടുള്ള ജീവിതവും ആശംസിക്കുന്നു.